ഉസ്താദുമാര് വലിയ ഉസ്താദുമാരായിട്ട് കാര്യമില്ല, ഈമാനുള്ളവരാവണം. അതിനെന്ത് വേണം? ഒരു ഉസ്താദിനെ തെരഞ്ഞെടുക്കുമ്പോ 2 വർഷം ആ ഉസ്താദിനെ കുറിച്ച് പഠിക്കണം. മുത്തഅല്ലിമിനെ ഒരു ഉസ്താദിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോ 2 വർഷത്തോളം ആ ഉസ്താദ് എങ്ങനത്തെ ആളാണെന്ന് പഠിക്കണം രക്ഷിതാക്കൾ. എന്നിട്ട് വേണം ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി ചേർക്കാൻ. അതല്ലെങ്കിൽ വലിയ താടി ഉണ്ടാകും, ചിലപ്പോ വലിയ തലക്കെട്ടുണ്ടാകും, ഉള്ളില് ചിലപ്പോ വഹാബിസമാകും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ത്വരീഖത്തിലൊക്കെ കൂടി നാടിൽ മുഴുവൻ ഇങ്ങനെ ഫിത്നയുണ്ടാക്കുന്നവരായി മാറും. അപ്പൊ നമ്മുടെ മക്കളൊക്കെ പഠിപ്പിക്കുമ്പോൾ നല്ല ഉസ്താദുമാരനൊക്കെ തെരഞ്ഞെടുക്കുക. ഈമാനുള്ളവരാവണം. എങ്ങനെയാണ് ഈമാൻ? റസൂലുള്ളാഹിനോട് ഇങ്ങനെ ഹുബ്ബ് കാരണം സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കുന്ന ഉമ്മമാരായാലേ മക്കള് നന്നാകൂ. രക്ഷിതാക്കള് നന്നായാലേ മക്കള് നന്നാവൂ. കണ്ടില്ലേ നിങ്ങൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരം ഇങ്ങനെ ഖബറിൽ ഇറക്കി വെക്കുമ്പോ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരം ഇങ്ങനെ ഖബറിൽ ഇറക്കി വെക്കുമ്പോ മുഗീറത്ത് ഇബ്നു ശുഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പിടയ്ക്കുകയാണ്. ഒരൊറ്റ സംശയം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഏകദേശം 2 വർഷത്തോളം ഇവിടെ ഉള്ളത്. പലരും സ്വന്തം മക്കളെക്കാൾ എന്നെ സ്നേഹിക്കുന്ന പലരും ഇവിടെ ഉണ്ട്. ഞാനെങ്ങാനും ഇവിടെ നിന്ന് പോയാൽ നിങ്ങളുടെ ഹൃദയം എത്രമാത്രം വേദനിക്കുമെന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. എന്നാൽ നീണ്ട പതിറ്റാണ്ടുകളോളം ഒരുമിച്ച് താമസിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മദീന വിട്ട് പോവുകയാണ്. തിരിച്ച് ഇനി അവരുടെ ജീവിതത്തിലേക്ക് വരാത്ത രൂപത്തിലേക്ക് പോകുമ്പോൾ ഖബറിൽ ഇങ്ങനെ ഇറക്കി വെക്കുന്ന ആ ശറഫാക്കപ്പെട്ട ശരീരമൊന്ന് അവസാനമായി തൊടണമെന്ന് മുഗീറത്ത് ഇബ്നു ശുഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം ഇങ്ങനെ പിടയ്ക്കുന്നു. ഖബറിൽ ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ റബ്ബേ ആ മുഖം ഇനി ഞങ്ങൾക്ക് കാണാൻ കഴിയൂലല്ലോ റബ്ബേ. കയ്യിൽ കിടക്കുന്ന മോതിരം ആരും കാണാതെ മെല്ലെ ഇങ്ങ് ഊരിയിട്ട് റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് ഒരൊറ്റ ഇടലങ്ങിടുന്നു. എന്നിട്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറയുന്നു, യാ അബൽ ഹസൻ ഖാതമീ, എന്റെ മോതിരമാ ഖബറിൽ കെട്ടിപ്പെട്ടിട്ടുണ്ട്, എനിക്കതൊന്ന് എടുക്കാൻ സമ്മതം തരണമെന്ന് പറഞ്ഞപ്പോ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തപ്പോ പേടിച്ചു വിറച്ച് ഇറങ്ങി ആ ശരീരത്തിലൊന്ന് അവസാനമായി തൊട്ട സ്വഹാബിയാണ് മുഗീറത്ത് ഇബ്നു ശുഅബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മദീന കാണാൻ തൗഫീഖ് തരണേ റഹ്മാനേ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി